സേതു അലക്സ ഒന്നില്ല ഇരുന്ന അവിടെ ക്യാമറ സെറ്റില്ലേ ഇപ്പം ആംഗ്ലർ സെറ്റില്ലേ ബാക്കിൽ സ്ട്രിപ്പ് ലൈറ്റ് ഏതാണ് ഫിലിപ്സ് എന്തൊക്കെ കാണണം കുറച്ചാളെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓ അത് ഞാൻ വരുന്നുണ്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയോണ്ട് എനിക്ക് കുറെ എല്ലാം ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. ശബ്ദം ഇപ്പൊ ഓക്കെ അല്ലേ? ശബ്ദം ഇപ്പൊ പഴയ ശബ്ദം തന്നെ ആയില്ലേ? നാനോലീഫ് ഞാൻ എല്ലാം ഒട്ടിച്ചു വെച്ചേ. ഞാൻ വെച്ചാ എനിക്ക് ഭയങ്കര വിഷമം വന്നു ചോദിച്ചാൽ അതെല്ലാം ഇളകി പറഞ്ഞു പോയി. അതെല്ലാം ഇളകി പറഞ്ഞ് താഴെ പോയി. അതെല്ലാം വർക്കും ആവുന്നില്ല. അവൻ എന്താ അവിടെ ഞാൻ കേറി ലോൺ എത്ര തീർക്കാം അത് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഡിപ്രഷൻ ആയി പോകും. റേഡിയോ കണക്ട് ചെയ്തോട്ടെ, നിർത്തിക്കോട്ടെ. അല്ല 50 സീരീസ് ഉള്ളവരൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടടാ. നമ്മളുടെ മാത്രമേ ഉള്ളടാ 50 സീരീസ് എടുത്ത് പറയാനില്ലായിരുന്നു. സുപ്രീം എന്ന് പറയണം. സുപ്രീം കണ്ണാപ്പി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കോള് വരുമല്ലോ. എന്തിനാണോ? എടാ ഒന്നുമില്ല, അത് വരുമ്പം 15 മിനിറ്റ് കഴിഞ്ഞ കോളോ? 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കോള് വരും. ഹോസ്റ്റലർ എന്നാണ് പേര്. ഹോസ്റ്റലർ വിളിക്കും. ഞാൻ അത് കോള് വിളിച്ചോട്ടെ കണ്ണാപ്പി? ഓ വിളിച്ചോളൂ. എന്റെ അടുത്ത് എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നേ? അല്ല കണ്ണാപ്പി, നമ്മള് ഈ 50 സീരീസ് ഉള്ളവരെ റെസ്പെക്ട് ചെയ്യണം. 50 സീരീസ് അല്ല അത് മോളെ എന്താ മോളെ നേരത്തെ പറഞ്ഞു ജോണി ഇന്ത്യയെ കത്തിപ്പോയോ? കളിയാക്കിയവന്മാര് തള്ളി പറഞ്ഞവന്മാരൊക്കെ എന്താണ് അർജന്റീനയൊക്കെ സെമി കയറി. $5 ലക്ഷം കൊടുത്തല്ലേ ഗെയിം സെറ്റാക്കി. അല്ല അത്ര ഇല്ല. 1 ലക്ഷം. അയ്യോ ഞാൻ കണ്ണാപ്പിടുത്ത് പറഞ്ഞാണ് അതൊക്കെ. ആരാണു അല്ലയോ മോളെ സ്പീക്കർ ഇടാ മോനെ. ഞാൻ സ്പീക്കർ ഇടാം. സംസാരിച്ചോളൂ മോനെ. കണ്ണൻ മോൻ, സുപ്രീം കണ്ണൻ മോൻ. ഹലോ ഇതാരാ? ഇത് അലീന. സൗണ്ട് ഒക്കെ മാറി പറന്നു പോയോ? അയ്യോ സുപ്രീമിലോട്ട് വന്നപ്പോഴോ ശബ്ദമൊക്കെ വ്യത്യാസമാണ് ആൾക്കാരുടെ. ആണല്ലേ? വേണം. എന്താണ് എന്തെങ്കിലും പറഞ്ഞോ? അല്ല നീ പഴയ ആളിനല്ലേ, മാറ്റൊന്നുമില്ലല്ലോ. ഇല്ല ഇപ്പൊ ഇച്ചിരി മാറ്റമുണ്ട്. മോളെ പുറത്തുള്ളവരൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാപ്പി സിംഗിൾ ആണ്, റെഡി ടു മിംഗിൾ ആണ്. ഇപ്പൊ അലീനായിട്ട് ആര് റെഡിച്ചു? ആര്? അല്ല ഞാൻ പുറത്ത് ചിന്തയിലുണ്ടോ? 10-40 വയസ്സുണ്ട്. 5 വയസ്സോടെ കഴിഞ്ഞ മറ്റേ ഇത് സത്യപൂർത്തിയാ. അങ്ങനെയാണെങ്കിൽ ധനക്ക് എത്ര വയസ്സെന്ന് പറഞ്ഞിട്ടാണ് അവളെ പുറകെ കിടക്കണ നീ? അതുപോലെ ധന സെയിം ഏജ് ആണ് തിരക്കിയായിരുന്നു. എലിയുടെ വിവരം വല്ലതും ഉണ്ടോ മോളെ? എലി മീറ്റിങ്ങിന് പോയിരിക്കും. 4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. 4 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. 4 ദിവസം കഴിഞ്ഞ് വരും. 2 ദിവസത്തിനുള്ളിൽ വരും. ശരി ശരി മോളെ. മോളെ ഇതെന്ത് മോളുടെ പുത്രൻ എന്ത്? കൂടെ ഉണ്ടല്ലേ? കൂടെ തന്നെ. ജോണി വന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. മോളെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ റെസ്റ്റ് എടുക്കണം ഈ സമയത്ത്. റെസ്റ്റ് എടുക്കാം. മോൾക്ക് ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ വേണം? ഇപ്പൊ തൽക്കാലം വേണ്ടാണോ? ഓക്കെ നമ്മള് പഴക്കച്ചവടക്കാരാണല്ലോ. വേറൊരു കാര്യം പറയട്ടെ മോളെ, പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ചന്ദ്രൻ ഇല്ലാത്തപ്പോ നമ്മള് നോക്കണം എന്നാണല്ലോ മോളെ. മോളുടെ അച്ഛനെവിടെ? ജോൺ അതിന് മുന്നേ വരും. ഓക്കെ മോളെ. TDM എടുത്ത് കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അറിയാം? TDMനകത്ത് നീ പോവാറുണ്ടായിരുന്നു? ഇല്ല, നമ്മള് മാത്രമേ ഉള്ളൂ സിറ്റിക്കകത്ത്. ഇത് എന്ത് അലാം അടിക്കുന്നേ കിടന്ന്?
ഞാൻ ഒരു കാര്യം പറയട്ടെ കണ്ണാപ്പി. ആ ബീഞ്ഞൊക്കെ ഉണ്ടോ? ബീഞ്ഞൊക്കെ ബീഞ്ഞെക്കി മോനെ സുപ്രീം ബീഞ്ഞെക്കി കൂട്ടാ. ഇനി മുതൽ ഈ പീസിയുടെ പൈസ ആരാണ് അഞ്ചൊന്നുമില്ല. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ. ഇനി മുതൽ വെറും കണ്ണൻ അല്ലടാ, സുപ്രീം കണ്ണൻ വിളിക്കാവൂ. സുപ്രീം കേട്ടിട്ടില്ല? സുപ്രീം എന്ന് മന്ദാര അണ്ണു മന്ദാരാണെങ്കിൽ എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചായിരുന്നു അണ്ണു ഒരു 4-5 ദിവസം മുമ്പ്. ചന്ദ്രൻ സെയിമാണ് ലിക്വിഡ് അസോസിയേറ്റ്. ഗാങ്ങിൽ ഇരിക്കുന്ന തോക്ക് കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ നീ പുറത്താവുന്നു. ഞാൻ കാര്യം പറയട്ടെ, സീരിയൽ നമ്പറൊക്കെ എണ്ണി വെച്ചിട്ട് മറ്റേ ഞാൻ കാര്യം പറയട്ടെ കണ്ണാപ്പി, യൂസ്ലെസ് ആണ്, മനസ്സിലായോ? നമ്മളല്ല എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് അവന്മാരങ്ങ് പിന്നെ അങ്ങ് ഇതാ, മനസ്സിലായോ? അണ്ണോ എന്തുവാ മന്ദാരം ഉണ്ടല്ലോ, ഒരു 3-4 മാസം മുന്നേ എന്റെ അടുത്ത് ഡയലോഗ് അടിച്ചായിരുന്നു. വാട്ട് കളർ ഈസ് 50-70? അവ സിറ്റി വരുമ്പോ ഒരു ചോദ്യം ചോദിക്കണോ? അയ്യോ അങ്ങനെ ചോദിക്കില്ല മോനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എപ്പോഴും ഹമ്പിളായിട്ടിരിക്കണം. എപ്പോഴും ഹമ്പിളായിട്ടിരിക്കണം. അതാ നിൽക്കുന്ന മന്ദാരം. മന്ദാരമാണല്ലേ? എടാ അപ്പുക്കുട്ടോ, ജുഗ്രു എവിടെ ഉണ്ടോ? എന്തോ ഇതാണോ പുതിയ TDM? ആ പുതിയ TDM നോക്കാൻ വന്നേ. ഹലോ എന്തോ? ആ മോനെ ജോക്കി ബ്രോ. ഹലോ ഒന്നങ്ങടെ വരിക ജോക്കി ബ്രോ. രണ്ടൊരു ഫാൻസ് ചോക്കിനെ കൊണ്ടുപോയി സരോജ് കുമാർ കണക്കെ. ഒഴിക്കുന്നടാ ഇത്, എന്താടാ ഇത്? എന്ത് ഒഴിക്കുന്നടാ? ഇതെന്താണ് ഇത് ഒഴുകുന്ന? ഇത് ഇത്ര സൗകര്യത്ത് ഇത് പഴയ ഉള്ള പിടിയിൽ പോയി കേട്ടാ. സുപ്രീമാണോ ഇത്? ആ മൂവ്മെന്റ് ഒന്നും ഇടാൻ പറ്റുന്നില്ല, ക്രോസ് എയർ ഇല്ല. റിഫ്ലക്ഷനൊക്കെ കണ്ടാ തിരിഞ്ഞടിച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞതായിട്ടോ ഇതൊക്കെ. ഇത് എന്താടാ? ഇതിന് എന്ത് സാധനമാണോ? എന്ത് സാധനമാണ് ഇത്? ഞാൻ പറയട്ടെ, ഇതെന്റെ